പലപ്പോഴും സ്ത്രീകൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മളുടെ ജീവിതം കളയുന്നതിനേക്കാൾ നല്ല നമുക്കും നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ സന്തോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യാട്ടോ. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടൊരു പാത്രത്തിലേക്ക് നേരിയൊരു ചൂടുവെള്ളം, വളരെയധികം തിളച്ചൊന്നും വേണ്ട, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നേരിയതായിട്ടുള്ള. അതിലേക്ക് 2-3 ഡ്രോപ്പ് നമ്മളുടെ ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് അവിടെ കട്ടയായിട്ട് കിടക്കും. നമുക്ക് അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ അരിപ്പകളൊക്കെ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ പുതുമ നഷ്ടപ്പെടും അല്ലേ. വളരെയധികം ഒരു ഫെയ്ഡായി നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടില്ല. അതുപോലെ ചായ കുടിക്കുന്ന കപ്പുകൾ സ്റ്റീലിലാണെങ്കിലും സെറാമിക്കിലാണെങ്കിലും ഇതുപോലെ കറയുണ്ടാവും അല്ലേ. ആ കറയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എത്രത്തോളം കറയുണ്ടോ അത്രയും മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെ, ഇതിപ്പം ചായയുടെ കപ്പിൽ വളരെയധികം കറയുള്ളതുകൊണ്ടാണ് സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇതിപ്പോൾ വളരെ അധികം കറയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കപ്പിൽ തന്നെ ചൂടാക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം കറയുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മളിങ്ങനെ മുക്കി വെച്ച ആ ഒരു ഇത് നോക്കിക്കേ, ആ ഒരു ഭാഗം, ആ ഒരു കറ പോയേക്കുന്നത് കണ്ടില്ലേ. ഒന്നും കൂടെ തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം മാത്രമല്ലേ മുങ്ങിയിരുന്നുള്ളൂ, കണ്ടില്ലേ. ഞാനൊന്ന് ജസ്റ്റ് കഴുകിയെടുത്തോളൂ. ആ ഒരു കറയൊക്കെ പോയിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്ന് നമ്മൾ ഉജാലയുടെ കളറ് ശരിക്കും കളയാനായിട്ട് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി കഴിയുമ്പോൾ പുത്തനായിട്ട് നമ്മളുടെ സ്റ്റീല് കയ്യിലുകളും അരിപ്പകളും പാത്രങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു സ്പൂണും ഇതും മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തോളൂ. വളരെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമല്ല. അതിലേക്ക് നമ്മൾ ഉജാല 2 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിനാഗിരിയും പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ, നമ്മളുടെ ബാത്റൂമിൻ്റെ സൈഡോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുമല്ലോ, അത് എത്ര നമ്മൾ കഴുകിയാലും മെനയാകാറില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അവിടെ. അതിനുശേഷം ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് ഒരു ബ്രഷ് വെച്ച്, നമ്മളുടെ കൈയൊന്നും പോകാത്തത് കൊണ്ടാണ് ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നത്, നല്ലതുപോലെ ഉരച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ആദ്യത്തെ ആ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഏതൊരു മൂലയാണെങ്കിലും, ഇപ്പോൾ ബാത്റൂമിൻ്റെ മൂല, ഏതെങ്കിലും ഒരു മൂല ഇതുപോലെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടെ. ആദ്യം കുറച്ച് പൗഡർ ഇട്ടിട്ട് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചൊന്ന് ഇത് കഴുകിയെടുത്താൽ മതി. നല്ല ക്ലീൻ ആവും. അടുത്തായിട്ട് നമ്മൾ വീട് തുടക്കുമ്പോൾ ഈ ഒരു ലിക്വിഡ് തന്നെ നമ്മളുടെ വിനാഗിരിയും ഉജാലയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡ് അല്ലെങ്കിൽ കംഫോർട്ടോ ഏതാണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് തുടക്കുന്ന ആ ഒരു, ഞാൻ ഇപ്പോൾ മോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, തുണിയാണെങ്കിൽ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട് തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആകാനും അതുപോലെ തന്നെ നമ്മളുടെ ഉറുമ്പിൻ്റെ ശല്യം, ഈ ചെറിയ പ്രാണികളിലേക്ക് ഈ ചെറിയ ഈച്ചകൾ, അതുപോലെ തന്നെ ഉറുമ്പ്, അതുപോലെ ഒരു ബാഡ് സ്മെല്ല്, പിന്നെ കുട്ടികളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നിലത്തിടൂലേ, അതൊക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരുവാനും, വിനാഗിരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വരുവാനും, അതുപോലെ നമ്മളുടെ തറ നല്ല ക്ലീൻ ആകാനും, അതുപോലെ അണുക്കളെല്ലാം നശിച്ചു പോകാനൊക്കെ സഹായിക്കും. ഉജാല ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ഷൈനിങ് കിട്ടും നമ്മളുടെ ടൈലിന്. ഇപ്പോൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് വീടൊന്ന് തുടച്ചു നോക്കുക. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് കൊതുകിൻ്റെ ശല്യം ഒക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമ്മൾ വീട് തുടച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ലൈസോളും അതും ഇതൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം,
നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും നമുക്ക് കഞ്ഞിവെള്ളം കിട്ടുമല്ലേ. അത് നമ്മൾ കുറേയൊക്കെ കുടിക്കാറൊക്കെ ഉണ്ട്, ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്, മുടിക്ക് നല്ലതാണ്. അപ്പം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആ ഒരു ബക്കറ്റിലേക്ക് ഈ ഒരു കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പിടാതെ നിങ്ങൾ വേവിക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുക്കാവുള്ളൂ. ഒരിക്കലും ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കരുത് കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തലയിലും നമ്മളുടെ മേത്തൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിലുണ്ടാവുന്ന ചുളിവും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് വളരെ അധികം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യാട്ടോ. സാധാരണ കുളിക്കണ പോലെ കുളിച്ചിട്ട് ഇത് ലാസ്റ്റ് നിങ്ങൾ കഴിഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഉപ്പിടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഞ്ഞിവെള്ളം ഇനി വെറുതെ നിങ്ങൾ കളയരുത്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ടേ വെറുതെ കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകാനും മുടി കൊഴിച്ചിൽ പോകാനും ഒക്കെ നല്ലതാണ്. ചുളിവ് പോയി നല്ല വെട്ടിത്തിളങ്ങാനായിട്ട് സ്കിന്നിന് നല്ലതാണ് കഞ്ഞിവെള്ളം എന്ന് നിങ്ങൾക്ക് അറിയാലോ, മുടിക്കും അതെ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ കൂടുതൽ നല്ലത്, വലിയ തരിയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ നമ്മൾ കാപ്പിപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഹോം റെമഡിയാണ്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ വരണമെങ്കിൽ തലേന്ന് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് 3000-4000 ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഒരു ലെയർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഉള്ള ടിഷ്യൂ ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു. കട്ടിയില്ലാത്ത നേരിയ ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കട്ടിയുള്ള ടിഷ്യൂ ആണെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കേണ്ട വരും. 1/2-3 മണിക്കൂർ നമ്മൾ ഇത് വെച്ച് കൊടുത്ത് മുഖത്ത് വെച്ച് കൊടുത്ത് ഇരുന്നതിന് ശേഷം നമ്മളിത് വലിച്ചെടുത്ത് കളയാട്ടോ. ഇത് നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും അതുപോലെ നമ്മളുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങൾ, കുരുക്കൾ ഇതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇത്തിരി നല്ലതുപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ ഇത്തിരി വലിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. ആ ഭാഗത്തുണ്ടാകുന്ന ഹെയറൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് സ്കിന്നിൽ കിട്ടും. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ക്ലീൻ ആയി കിട്ടും. എന്നിട്ട് ടിഷ്യൂ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു ടർക്കി കൊണ്ട് തുടച്ചെടുക്കുക. കണ്ടില്ലേ, അവിടെ ആ ഭാഗത്തുള്ള രോമങ്ങൾ പോയിട്ടുണ്ട്. എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. ബ്യൂട്ടി പാർലറിൽ പോയി വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്യുക, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. ചെയ്തു നോക്കിയിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ തന്നെ തന്ന സപ്പോർട്ട് പോലെ തന്നെ സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.